ഓട്ടോ ഡ്രൈവറെ യാത്രക്കാരൻ മർദ്ദിച്ചു എന്ന് പരാതി വരുന്നു. കോഴിക്കോട് തിരുവമ്പാടിയിലെ ഓട്ടോ ഡ്രൈവർ ഷാഹുൽ ഹമീദാണ് മർദ്ദനമേറ്റാൽ. തിരുവമ്പാടി പോലീസ് പ്രതിക്കായി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഇംതിയാസ് കരീമാണ് വിവരങ്ങളുമായുള്ളത്. ഇംതിയാസ്, എന്തിനായിരുന്നു മർദ്ദനം? അഭിലാഷ്, കഴിഞ്ഞ ദിവസം രാത്രി 10:30 ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവുന്നത്. അതായത് ഈ കോഴിക്കോട് തിരുവമ്പാടി ബസ് സ്റ്റാൻഡിന് സമീപത്ത് തന്നെയുള്ള ഓട്ടോറിക്ഷ സ്റ്റാൻഡിലാണ് ഷാഹുൽ ഹമീദ് ഓട്ടോ ഓടിക്കുന്നത്. ഈ രാത്രി 10 മണിയോടെ ഒരു യാത്രക്കാരൻ ഷാഹുൽ ഹമീദിന്റെ ഓട്ടോറിക്ഷയിൽ കയറുകയും കൂടരഞ്ഞി ഭാഗത്തേക്ക്, തൊട്ടപ്പുറത്ത് ഒരു കൂടരഞ്ഞി ഭാഗത്തേക്ക് ഒരു ഓട്ടം പോകണമെന്ന് പറയുകയായിരുന്നു. ഇതിനിടയ്ക്ക് ഈ കൂടരഞ്ഞിലെത്തിയ സമയത്ത് പിൻഭാഗത്ത് യാത്രക്കാരൻ ഓട്ടോറിക്ഷയിൽ ഇരുന്ന് ഉറങ്ങുകയായിരുന്നു. കൂടരഞ്ഞി എത്തിയെന്ന് അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് ഇവിടെയല്ല പോകേണ്ടത് എന്ന് പറഞ്ഞ് അയാൾ വേറൊരു വഴിയിലൂടെ മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നിർദ്ദേശിക്കുകയായിരുന്നു. ഇത്തരത്തിൽ ഷാഹുൽ ഹമീദ് യാത്രക്കാരനെയും കൊണ്ട് മറ്റൊരു വഴിയിലൂടെ സഞ്ചരിച്ചു. ഇയാളൊഴിഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ഇദ്ദേഹം തന്നെ ഇവിടെയാണ് നിർത്തേണ്ടതെന്ന് ഈ ഷാഹുൽ ഹമീദിനോട് പറയുകയും ചെയ്തു. ഇതോടെ ഷാഹുൽ ഹമീദ് ഓട്ടോ കൂലി ചോദിച്ചു. ഈ ഓട്ടോ കൂലി ചോദിച്ചതിനെ തുടർന്നാണ് പിന്നീട് ഇദ്ദേഹം മർദ്ദിച്ചത്. അതായത് ഈ ഓട്ടോറിക്ഷയിൽ വെച്ച് തന്നെ മുൻപിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് കഴുത്തിൽ അമർത്തുകയും പിന്നീട് ഓട്ടോറിക്ഷയിൽ നിന്നിറങ്ങി നിലത്തിട്ട് ചവിട്ടിയെന്നുമാണ് ഈ ഷാഹുൽ ഹമീദ് തിരുവമ്പാടി പോലീസിന് നൽകിയിരിക്കുന്ന പരാതി. പിന്നീട് അവിടെയുള്ള ആളുകളെല്ലാം ഓടിക്കൂടിയപ്പോൾ ഇദ്ദേഹം ഈ യാത്രക്കാരൻ ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നും ഷാഹുൽ ഹമീദ് പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ തിരുവമ്പാടി പോലീസ് ഇതിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അതായത് തടഞ്ഞുവെച്ച് മർദ്ദിച്ചു എന്ന രൂപത്തിലാണ് വകുപ്പ് ചുമത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സമീപത്തെ തിരുവമ്പാടി പ്രദേശത്തെ കൂടരഞ്ഞി പ്രദേശത്തെല്ലാം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ഈ അന്വേഷണം നടത്തി വരുന്നത്.